ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ഉപ്പുമാവും കടലക്കറിയുമാണ്. അതിനെ കടല കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. കുക്കറിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം അതിനെ വറുത്തരയ്ക്കാം. തേങ്ങ, സവാള, വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മസാലകൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കുറച്ച്, ഇതെല്ലാം കൂടി ചേർത്ത് അത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് പതുക്കെ മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. പിന്നീട് ഒന്ന് കടുവറുത്ത് കരിവേപ്പിലയും ഉള്ളിയും സവാള കുറച്ചിട്ടിട്ട് കടുവറുത്തെടുക്കാം. കുറച്ച് തക്കാളിയും കൂടി ചേർക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവാള മൂത്ത് വരുമ്പോൾ തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് അതിൽ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം. അത് കഴിഞ്ഞ് കടല അതിലേക്ക് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്ക് വറുത്തരച്ചെടുക്കാം. അരച്ച് തിളച്ച് കഴിയുമ്പോൾ അരപ്പ് ചേർക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് നമ്മൾ വാങ്ങി വയ്ക്കുന്നു. ഇനി ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഉപ്പുമാവിന് വേണ്ട സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. കടുക് വറുത്ത ശേഷം ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ചേർത്തു. ക്യാരറ്റ്, ബീൻസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സവാളയും കൂടി ചേർക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെഡിയാവും. ഒന്ന് വഴറ്റിയ ശേഷം റവയും കൂടി ചേർത്ത് അതിൻ്റെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വറുത്ത റവയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. ഒന്നും കൂടി മൂക്കാനുണ്ട്. ഉപ്പിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മൂത്തിട്ടുണ്ട്. റവയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ മൂത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. തിളപ്പിച്ച വെള്ളം റെഡിയാക്കി വെച്ചേക്കായിരുന്നു. അതൊഴിച്ച് തേങ്ങയും കൂടി ചേർത്ത് യോജിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി. ഹെൽത്തി ഉപ്പുമാവും കടലക്കറി.